ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, പീനട്ടാണതിൽ, നിലക്കടല. അപ്പോൾ ഈ നിലക്കടല ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ 100 ഗ്രാം പീനട്ട് അല്ലെങ്കിൽ നിലക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിലക്കടല ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുകയാണ് ചെയ്യുന്നത്. കടല നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നല്ലത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ ഒരു നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല നന്നായിട്ടൊന്ന് സെറ്റായി വഴണ്ട് വരട്ടെ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കായപ്പൊടിയാണ്. കായപ്പൊടിയോടൊപ്പം നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്താം. ഗരം മസാലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ നന്നായിട്ടുണ്ടാവും. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കടലയിൽ നല്ല ചൂട് നിൽക്കുന്നുണ്ടാവും, അതുകൊണ്ട് എന്തായാലും സിമ്മിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളെല്ലാം തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കടല നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കടലേനെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 മുറി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ പുളിയും ആ ഒരു തക്കാളിയുടെ പുളിയും സവോളയും എല്ലാം കൂടി മിക്സ് ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു പീനട്ട് മസാലയ്ക്ക് കിട്ടുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നാരങ്ങ നീരൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അല്പം മല്ലിയിലയോ കറിവേപ്പിലയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നല്ല പോലെ യോജിപ്പിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാതിരിക്കുക. അതേപോലെ നമ്മുടെ ഈ ഒരു ഹോംലി വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്